ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 18. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും അതിനകത്തൊരു ചിത്രമുണ്ട്. എ സ്പൈറൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സക്സസീവ് സെമി സർക്കിൾസ് with the center alternately at A and B, starting with the center A of radii 0.5 cm, 1 cm, 1.5 cm, 2 cm as shown in figure. What is the total length of such spiral made up of 13 consecutive semicircle? അഥവാ ഇവിടെ നിങ്ങൾക്ക് ഓരോ സ്പൈറൽ കാണാൻ പറ്റും. ആദ്യം L1 എന്ന് പറഞ്ഞൊരു സ്പൈറൽ ഉണ്ട്. അതിനുശേഷം ഇവിടുന്ന് തുടങ്ങിയിട്ട് L2 എന്ന് പറയുന്ന ഒരു സ്പൈറൽ, ദെൻ L3, L4 എന്നിങ്ങനെ ഓരോ സ്പൈറലാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സ്പൈറലിൻ്റെ റേഡിയസ് 0.5 ആണ്. രണ്ടാമത്തെ സ്പൈറൽ L2വിൻ്റെ റേഡിയസ് 0.1 ആണ്. മൂന്നാമത്തെ സ്പൈറൽ L3യുടെ റേഡിയസ് 1.5 ആണ്. നാലാമത്തത് 2 ആണ്. അടുത്തത് 2.5 ആണ്. അങ്ങനെ പോകും. ഓരോ സ്പൈറലും സെമി സ്പൈറലാണ് അല്ലെങ്കിൽ സെമി സർക്കിളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണോ, L1 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ സെമി സർക്കിളാണ്. L2 ദാ ഇവിടുന്ന് ഇവിടം വരെ, അതും സെമി സർക്കിളാണ്. L3 ഇവിടുന്ന് ഇവിടം വരെ സെമി സർക്കിൾ. അപ്പോൾ പെരിമീറ്ററിന്റെ പകുതി കണ്ടാൽ L1 കിട്ടും. അടുത്ത സർക്കിളിന്റെ പെരിമീറ്ററിന്റെ പകുതി കണ്ടാൽ L2 കിട്ടും. കാരണം അത് സർക്കിളിന്റെ പകുതിയല്ലേ. നോക്കി. ഈ L1 എന്ന് പറയുന്നത് സർക്കിളിന്റെ പകുതിയല്ലേ. അപ്പൊ സർക്കിളിന്റെ പെരിമീറ്ററിന്റെ പകുതി പോരെ ലെങ്ത് കാണാന്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പെരിമീറ്റർ ഓഫ് സെമി സർക്കിൾ വിത്ത് റേഡിയസ് 0.5. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ നമുക്കറിയാലോ, 2πr ആണ്, അല്ലെങ്കിൽ dπ ആണ്. ഇനി L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L2ന്റെ ലെങ്ത് എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് 1. L3ഓ പെരിമീറ്റർ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് 1.5. L4ഓ പെരിമീറ്റർ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് 2. ഓക്കെ, ഇനി പെരിമീറ്റർ ഓഫ് സെമി സർക്കിൾ. സർക്കിളിന്റെ പെരിമീറ്റർ 2πr ആണ്. അതിന്റെ പകുതിയാണ് സെമി സർക്കിൾ. അപ്പൊ 2πr/2 എന്ന് വരും. 2πr/2 എന്ന് പറയുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആയി പോവും. ബാക്കി ആരുണ്ട്? πr. അപ്പോൾ പെരിമീറ്റർ ഓഫ് സെമി സർക്കിൾ കിട്ടി. എന്താണ്? πr. അപ്പോൾ നമുക്കിനി L1ഉം L2ഉം L3 ഒക്കെ കാണാലോ. L1 ഞാൻ കാണാൻ പോവാണ്. πr, സെമി സർക്കിൾ ഓഫ് റേഡിയസ് 0.5 വെച്ചിട്ടല്ലേ. അപ്പോൾ πr അഥവാ 0.5π. അപ്പോൾ L2 എന്തായിരിക്കും? π ഇൻറ്റു റേഡിയസ്. L2ൻ്റെ റേഡിയസ് 1 ആണ്. അപ്പോൾ 1π. L3ഓ 1.5. L4ഓ 2π. മറ്റേതോ 2.5π. മറ്റേത് 3π, 3.5π അങ്ങനെ വരും. ഓക്കെ, ഇനി 13 കോൺസിക്യൂട്ടീവ് സെമി സർക്കിൾ, അങ്ങനെ 13 ഉണ്ട് നമുക്ക്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. 0.5π, 1π, 1.5π, 2π. ഒരു 0.5 ആഡ് ചെയ്ത് പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ L1 + L2 + L3 + അപ് ടു L13 വരെ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഓരോന്ന് കാണാൻ പോവാണ്. ഞാൻ ആ ചിത്രം അവിടെ നിന്ന് മായ്ച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് എഴുതാനാണ് കേട്ടോ. സമ്മ് കാണാൻ n/2 × 2f + n - 1 × d ആണ്. n 13 ആണ്. അപ്പോൾ 13/2 × 2 × f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അത് L1 അഥവാ 0.5π, അതാണ് ഫസ്റ്റ് ടേം. പ്ലസ് n 13 ആണ്. അപ്പോൾ 13 - 1 × d എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം, അഥവാ 1π എന്ന് 0.5 പോയാൽ 0.5π. ഇനി 13/2 അവിടെ നിൽക്കട്ടെ. 2.5 × 1, 2.5 × 1 അഥവാ 0.5 × 2, 0.5ൻ്റെ ഇരട്ടി, അത് എത്രയാ? 1 അല്ലേ. അപ്പോൾ 1π. ഇവിടെ 13 1 പോയാൽ 12, ദെൻ 12 × 0.5 എന്ന് പറയുമ്പോൾ നമ്മൾ 12നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 5 10 0, ഇഷ്ടം 1, 1 5 5 1 6. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? ഒരു നമ്പർ. അപ്പോൾ 6.0 എന്ന് കിട്ടും, അഥവാ 6π. 6.0 എന്ന് പറഞ്ഞാൽ 6π. അപ്പോൾ ഇവിടെ 1π, ഇവിടെ 6π. അപ്പോൾ ടോട്ടൽ എത്ര പൈ ആയി? 7π ആയി അല്ലേ. പൈയുടെ വാല്യൂ എന്താ? 22/7. അത് കൊടുക്കുക. അപ്പോൾ ഈ 7ഉം 7ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. പോയില്ലേ? 22/7 ആണ് പൈയുടെ വാല്യൂ. അപ്പോൾ 7ഉം 7ഉം ക്യാൻസൽ ആയി. ബാക്കി ഞാനുള്ളത് 22. ഈ 22നെ ഈ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. Then 13 into 11. 13നെ
11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 3 3 ഓരോന്നൊന്ന് 1 3 3 ഓരോന്നൊന്ന് 3 3 3 4 1 143 സെന്റിമീറ്റർ. 0.5 സെന്റിമീറ്റർ റേഡിയസ്, പിന്നെ 1 സെന്റിമീറ്റർ റേഡിയസ്, പിന്നെ 1.5 സെന്റിമീറ്റർ റേഡിയസ്, ദെൻ 2 സെന്റിമീറ്റർ റേഡിയസ്, അങ്ങനെയായിരുന്നു പോയിരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും L1 L2 L3 L4 നമ്മൾ കണ്ടു. അങ്ങനെ നമുക്ക് 13 സെമി സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ 13 സെമി സർക്കിളിൻ്റെയും കൂടി ടോട്ടൽ സമ്മ് വരുന്നത് 143 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയില്ലേ? എത്രയാ? 143 സെന്റിമീറ്റർ. ഓക്കെ.